ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കാണുന്നത് ക്രീപ്പർ പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ജോൺസ് ക്രീപ്പർ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് വരുന്നത്. ജോൺസ് ക്രീപ്പറിൻ്റെ പൂക്കൾ എന്ന് പറയുമ്പോൾ നല്ല വെള്ളപ്പൂവിനകത്ത് ഡാർക്ക് മെറൂൺ പോലത്തെ ഒരു ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല ചട്ടിയിലൊക്കെ ഇതേപോലെ കമ്പെല്ലാം കുത്തി വെച്ചിട്ട് ബുഷിയാക്കി വളർത്താം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പടർത്തി വിടണമെങ്കിൽ അങ്ങനെയും വിടാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെറിയ രീതിയിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ സെയിൽ നടന്നൊരു പ്ലാന്റ് കൂടിയാണിത്. പൂക്കളുടെ പ്രത്യേകത തന്നെയാണ് കേട്ടോ എടുത്തു പറയേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന ചെടികളാണ്. അപ്പോൾ വളരെ ചെറുതിലേ തന്നെ ഇതിനകത്ത് പൂക്കൾ വരും കേട്ടോ. അതാണ് നമ്മൾ ഇതിനകത്ത് പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ചെടികൾ കൂടി കാണിക്കുന്നത്. കാറ്റ്സ് ക്ലോ, ഗോൾഡൻ കാസ്കേഡ്, അതുപോലെ തന്നെ നമ്മുടെ ഹണി സക്കിൾ, ഇതെല്ലാം ഇന്ന് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ്സ് ആണ്. എന്നാൽ നമ്മുടെ ഈ ജോൺസ് ക്രീപ്പർ ഒരുപാട് പേരുടെ ഒന്നും കയ്യിൽ ഇല്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ. ഇപ്പം നമ്മൾ വഴി അത്യാവശ്യം കുറച്ച് പേരുടെയൊക്കെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പൂക്കൾ നല്ല കുലയായിട്ടാണ് കേട്ടോ ഉണ്ടാവുന്നത്. നമുക്കിത് നല്ല രീതിയിൽ പടർത്തി വിട്ടാലൊക്കെ നമ്മുടെ ചെടികളുടെ ഇടയ്ക്കിടയ്ക്ക് ഭാഗങ്ങളിൽ നല്ല ബുഷിയായിട്ട് 4-5 പൂക്കളൊക്കെ നമുക്ക് ഒരു കുലയിൽ കാണാനായിട്ട് കഴിയും. 100 രൂപയാണ് കേട്ടോ നമ്മളിതിൻ്റെ തൈകൾക്ക് തരുന്നത്. അപ്പോൾ അത്യാവശ്യം പൂവിട്ട പ്ലാന്റ്സ് ഉണ്ട്, പൂവിടാറായിട്ടുള്ള പ്ലാന്റ്സ് കൂടി ഇതിനകത്തുണ്ട്. ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ. കാര്യമായ വളപ്രയോഗം ഒന്നും നമ്മുടെ ഈ ചെടിക്ക് ആവശ്യമില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഇച്ചിരി നാടൻ വളങ്ങൾ എന്തെങ്കിലും കൊടുക്കുക മാത്രം ചെയ്താൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ ഉണ്ടായി കിട്ടും. അതുമല്ല, ഇത് ബഡ് ചെയ്തോ ഗ്രാഫ്റ്റ് ചെയ്തോ ലെയർ ചെയ്തോ അങ്ങനത്തെ യാതൊരു പ്ലാന്റും അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യപൂർവ്വം വാങ്ങിച്ചു വെച്ചിട്ട് ഒരു തൈയിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. നമ്മൾ കഴിഞ്ഞ വർഷം കൊടുത്തിരുന്നത് 150 രൂപയായിട്ടായിരുന്നു. ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്, അത് നമ്മൾ 100 രൂപയായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഈ പ്ലാന്റ്സ് നമ്മൾ 1 മാസം 2 മാസത്തെ ഒരു ഗ്യാപ്പിൽ കുറച്ചുകൂടി വലുതായിട്ടാണ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റ്സിന് നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച രീതിയിൽ അത്തരം വലിയ പ്ലാന്റ്സിന് 300-400 രൂപയൊക്കെ വരും കേട്ടോ. അപ്പോൾ അതിലെല്ലാം നമുക്ക് സൗകര്യം ചെറിയ ചെറിയ തൈകൾ വാങ്ങിച്ചു വെക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.